വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം തിരൂരിൽ നടന്നു. തിരൂർ വൈദ്യുതി ഭവന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടി AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി മന്ത്രി കോഴിക്കോട് വെച്ച് പറഞ്ഞു, വ്യവസായ വകുപ്പാണ് ആവശ്യപ്പെടുന്നത് നീട്ടിക്കൊടുക്കാൻ. വൈദ്യുതി വകുപ്പ് അതിനെ എതിർക്കുന്നു. വൈദ്യുതി മന്ത്രിക്ക് തന്റെ ഇടമുണ്ടോ? ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 30 വർഷത്തിന് ശേഷം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് BOT അടിസ്ഥാനത്തിൽ കരാറടിസ്ഥാനത്തിൽ തിരിച്ചു നൽകേണ്ട പദ്ധതി വീണ്ടും 25 വർഷം കൂടി നീട്ടിക്കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വൻകിടക്കാരനെ സഹായിക്കാനുള്ള മറ്റൊരു അഴിമതിയാണ്. കാർബറാൻഡം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി 1990-ൽ നയനാര് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് സ്വകാര്യ മേഖലയിൽ വൈദ്യുത ഉൽപാദനത്തിന് വേണ്ടി അനുമതി നേടിയത്. മണിയാർ എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഉപയോഗിച്ച് 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജലവൈദ്യുതി പദ്ധതിയാണിത്. ഈ പദ്ധതി കാർബറാൻഡം ലിമിറ്റഡ് എന്ന് പറയുന്ന 3 അങ്കമാലിയിലും എറണാകുളത്തും പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വേണ്ടിയുള്ള വൈദ്യുതിയാണ്. അതിന് 30 വർഷത്തെ എഗ്രിമെന്റ് ആണ്. BOT ആണ്. BOT മീൻസ് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. നിർമ്മിക്കുക, പ്രവർത്തിപ്പിക്കുക, പിന്നീട് ഗവൺമെന്റിലേക്ക് കൊടുക്കുക. തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. PT അജയ് മോഹൻ, അഡ്വക്കേറ്റ് KA പത്മകുമാർ, UK അഭിലാഷ്, യാസർ പൊട്ടച്ചോല, EP രാജീവ്, T കുഞ്ഞമ്മുട്ടി, മെഹർഷ കളരിക്കൽ, ആമിനമോൾ, CV വിമൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാമൻകുട്ടി പാങ്ങാട്ട്, നൌഷാദ് പരന്നേക്കാട്, മുഹമ്മദ് അലി മുളയ്ക്കൽ, യാസർ പയ്യോളി, NT വാസു, ഹനീഫ ചേങ്ങോടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂർ. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.